ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഹംനാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 27 ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഉണങ്ങല്ലരി വെച്ചിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. 2 നാഴി ഉണങ്ങല്ലരിയും പിന്നെ 1 നാഴി സാദാ പച്ചരിയും ആണ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അത് തലേ ദിവസം സോക്ക് ചെയ്തെടുക്കണം. ശർക്കരപ്പാനിയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 500 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. സോക്ക് ചെയ്ത് വെച്ച അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരച്ചെടുക്കേണ്ടത് ശർക്കരപ്പാനിയിൽ തന്നെയാണ്. ജീരകവും ഏലക്കായും വറുത്തെടുക്കാം. 1 തേങ്ങയുടെ പകുതി തേങ്ങ ഇവിടെ ചിരവി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് തരിയോട് കൂടിയിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സാധാ വിറകടുപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ചെറുപഴം, 1 ടീസ്പൂണ് കരിഞ്ജീരകവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണ്ണിയപ്പച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോ കുഴിയിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണങ്ങലരി വെച്ചിട്ട് ഉണ്ടാക്കിയ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡിന്നറിന് വേണ്ടിയിട്ട് ചിക്കൻ കുറുമ ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ നെയ്ച്ചോറും റെഡി ആവുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ ഫുഡെല്ലാം ഇവിടെ റെഡിയായി. ഇനി നോമ്പ് തുറക്കാനുള്ള ടൈമായി. ഇനി ടേബിളിലേക്കെല്ലാം എടുത്ത് വെക്കാം. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് സ്പെഷ്യലായിട്ട് വാട്ടർമെലോണ്, ഉണ്ണിയപ്പം, ക്യാരറ്റ് ജ്യൂസ്, നന്നാരി സർബത്ത്, ചിക്കൻ കുറുമ, നെയ്ച്ചോറ്, ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.